കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭരിക്കുന്നത് UDSF ആണ്. അതുകൊണ്ട് UDSF ഒന്നും ചെയ്യേണ്ട, ഞങ്ങൾ ഭരിച്ചാലേ നടക്കൂ എന്നുള്ള മട്ടിൽ കലോത്സവം അലങ്കോലപ്പെടുത്താൻ SFI ശ്രമിച്ചതിന്റെ പരിണിത ഫലമാണിതെന്നാണ് KSUവിന്റെ വാദം. മറുപടി, ഈ യൂണിവേഴ്സിറ്റി യൂണിയന്റെ സാരഥ്യം ഒരു ഭരണ സംവിധാനമായിട്ട് ഇതുവരെ SFI കണ്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ SFI പരാജയപ്പെടുന്നത് ആദ്യ സംഭവമല്ല. 8 വർഷം എന്ന് പറയുമ്പോൾ കരുതും 8 ടേമായി SFI ജയിച്ചിരുന്ന ക്യാമ്പസാണ് യൂണിയനാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ എന്ന്. അങ്ങനെയല്ല. കഴിഞ്ഞ 4 ടേമായിട്ടാണ് SFI MSFന്റെയും KSUവിൻ്റെയും കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ SFI വിജയിച്ചിരുന്നത്. നമുക്കറിയാം, കേരളത്തിലെ മറ്റു യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ യൂണിവേഴ്സിറ്റി യൂണിയനുള്ള ഭൂരിപക്ഷം SFIക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയനിൽ കാലങ്ങളായിട്ട് ഉണ്ടാവാറില്ല. അതിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യവും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാവർക്കും അറിയുന്ന കാര്യം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഞാൻ പറയട്ടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തോറ്റോടുകൂടി ഈ ക്യാമ്പസുകളിലെ സംഘടനാ പ്രവർത്തനം അവസാനിപ്പിക്കുകയല്ല SFI ചെയ്തത്. അതിനുശേഷം നടന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് വിക്ടോറിയ കോളേജ് ഉൾപ്പെടെ കോളേജിൽ SFI തിരിച്ചു പിടിക്കുകയാണ്. യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സണെ പരാജയപ്പെടുത്തിയാണ് SFIയുടെ യൂണിയൻ പിടിച്ചത്. ഇനി ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ കലോത്സവം നല്ല രീതിയിൽ നടക്കേണ്ടത് SFIയുടെ കൂടെ ആവശ്യമല്ലേ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവങ്ങളിൽ D-സോൺ കലോത്സവത്തിൽ കാലങ്ങളായി വിജയികളാകുന്ന, നല്ല വിജയം നേടുന്ന സ്കിറ്റ് ഉൾപ്പെടെ നാടകം ഉൾപ്പെടെയുള്ള പരിപാടികളിലും മറ്റ് മുഴുവൻ വിജയം വരുമ്പോൾ കോളേജ് വിജയിക്കാറുള്ളത് SFI യൂണിയൻ വിജയിക്കുന്ന ക്യാമ്പസുകളല്ലേ? ഏത് D-സോൺ എടുത്താലും C-സോൺ എടുത്താലും A-സോൺ എടുത്താലും B-സോൺ എടുത്താലും ഒക്കെ SFI യൂണിയൻ സാരഥ്യം വഹിക്കുന്ന ക്യാമ്പസുകളല്ലേ 1, 2, 3 സ്ഥാനത്തൊക്കെ മിക്കയിടങ്ങളിലും എത്താറുള്ളത്? SFIയുടെ കൂടെ ആവശ്യമല്ലേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന് കീഴിലുള്ള കലോത്സവങ്ങൾ വളരെ കൃത്യമായി സംഘടിപ്പിക്കുകയുള്ളത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ കലോത്സവം തുടക്കം മുതൽ തെറ്റായ രീതിയിലാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. പരാതികൾ ഉണ്ടെങ്കിൽ പരാതികൾ പ്രകടിപ്പിക്കാം. ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യത്തിന്, അതായത് നിങ്ങളുടെ കേരളോർമ്മ കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി മാരകമായ നിലയിൽ പരിക്കേൽക്കുന്ന വിധത്തിലുള്ള ആക്രമണം ഏറ്റുവാങ്ങുന്നതിന് മുൻപ് അവിടെ എന്തു നടന്നു എന്നാണ് ഇവിടെ ഷമ്മാസ് ചോദിച്ചത്. ശരി, ഇപ്പോൾ കലോത്സവ വേദികൾ പ്രതിഷേധം, അത് ഏത് കലോത്സവ വേദിയിലും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളൊക്കെ കലോത്സവങ്ങൾ കണ്ടിട്ടൊക്കെ വളർന്ന, അല്ലെങ്കിൽ അത് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ആളുകളാണല്ലോ. കലോത്സവത്തിൽ പ്രതിഷേധമൊക്കെ ഉണ്ടാവും. അതിനപ്പുറത്ത് കലോത്സവത്തിന് ഒരു ശോഭഘടനം എന്നുള്ള മട്ടിൽ നിരന്തരമായി അവിടെ ആ സംഘാടകരെ കൊണ്ട് കലോത്സവം നടത്താൻ പറ്റാത്ത വിധത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയോ? ആ കാര്യത്തിലുള്ള മറുപടിയാണ് വേണ്ടത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ നിങ്ങൾ 2 സംഘടനകളിൽ മാറി മാറി ഭരിക്കോ ഭരിക്കാതിരിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യോ, അത് നിങ്ങളുടെ കാര്യം. എന്റെ പ്രിയപ്പെട്ട അഭിലാഷ്, ഇവിടെ ഞാൻ പറഞ്ഞു വന്ന കാര്യം, SFIയെ സംബന്ധിച്ച് ഏത് കലോത്സവമാകട്ടെ വളരെ ഭംഗിയോടുകൂടി നടക്കണമെന്നാണ് SFI താല്പര്യപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ ഒന്ന് നോക്കൂ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ കലോത്സവത്തിന്റെ സംഘാടനത്തിന്റെ ക്രമീകരണം തന്നെ ശരിയല്ല. കോളേജ് യൂണിയന്റെ ആർട്സ് ഫെസ്റ്റുകൾ പൂർത്തീകരിച്ച് എത്ര KSU MSF യൂണിയൻ ഉണ്ടെന്ന് കൂടെ ഇവിടെ പരിശോധിക്കപ്പെടണം. ഞാൻ നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ SFI ഇപ്പോൾ ഈ പറയുന്ന ഒരുപാട് കലോത്സവങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ. SFI സാരഥ്യമുള്ള സമയത്തെല്ലാം SFI കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവങ്ങൾ പല ക്യാമ്പസിലും നടത്തിയിട്ടുണ്ടല്ലോ. ഇവിടെ ഒരു അപ്പീൽ കമ്മിറ്റി ഉണ്ടോ? ഈ കഴിഞ്ഞ D-സോൺ കമ്മിറ്റിയിൽ അപ്പീൽ കമ്മിറ്റി യോഗം ചേർത്തിട്ടുണ്ടോ? അപ്പീൽ കൊടുക്കാൻ പോയ വിദ്യാർത്ഥികളുമായിട്ടാണ് ആദ്യം D-സോൺ കലോത്സവത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്. SFI ഒരു കലോത്സവം മുടക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നുവെങ്കിൽ D-സോൺ കലോത്സവത്തിന്റെ അവസാന ദിവസമല്ലേ പ്രശ്നം ഉണ്ടായത്? എന്താ ആ ദിവസങ്ങൾ ഓഫ് സ്റ്റേജ് ഇവന്റ് തുടങ്ങുന്ന സമയത്ത്, ഓൺ സ്റ്റേജ് ഇവന്റിന്റെ ഉദ്ഘാടനം ആരംഭിക്കുന്ന സമയത്ത് എന്താ SFI തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് പോലെ SFI തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ പ്രശ്നത്തിലേക്ക് പോകാൻ വേണ്ടി കഴിയുന്നില്ലേ? ഇത് SFI അല്ലേ വിഷയം? ഒരു കോളേജിലെ വിദ്യാർത്ഥികൾക്ക് കലോത്സവവുമായി ബന്ധപ്പെട്ട് ശ്രീ അഭിലാഷ് പറഞ്ഞതുപോലെ മുൻകാലങ്ങളിലെല്ലാം ഉണ്ടായതുപോലെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. മുൻകാലങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്, അപ്പീലുകൾ ഉണ്ടായിട്ടുണ്ട്, അപ്പീൽ കമ്മിറ്റിയിൽ യോഗം ഇരിക്കാറുണ്ട്. പക്ഷെ ഇവിടെ വിദ്യാർത്ഥികൾ പരാതികളുമായി ചെല്ലുമ്പോൾ കേൾക്കാൻ ബന്ധപ്പെട്ട ആളുകളില്ല. കേൾക്കാൻ ബന്ധപ്പെട്ട ആളുകളില്ല എന്ന് മാത്രമല്ല, C-സോൺ കലോത്സവം ഉൾപ്പെടെയുള്ള കലോത്സവ അനുഭവം എന്താ വെച്ചാൽ, അപ്പീലുമായി ചെല്ലുന്ന വിദ്യാർത്ഥി യൂണിയൻ ഭാരവാഹികളെ സ്വാഗത സംഘത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ ഉൾപ്പെടെയുള്ള MSFന്റെയും KSU യൂണിയൻ നേതാക്കന്മാർ പെൺകുട്ടികളെ ഉൾപ്പെടെ അതിക്രൂരമായി മർദ്ദിക്കുകയാണ്. അവിടെ ഒരു കോളേജ് പ്രതിഷേധിക്കും. നിങ്ങൾ ആ വിഷ്വൽ ഇപ്പോ ശ്രീ ഷമ്മാസ് പറഞ്ഞല്ലോ, സ്റ്റേജിൽ പ്രതിഷേധിക്കുമ്പോൾ പ്രതിഷേധിക്കുന്ന ആളുകൾ KSUക്കാരെ ആക്രമിക്കുന്നു എന്ന്. ആ വിഷ്വലത മാതൃഭൂമി ന്യൂസ് പ്രദർശിപ്പിക്കുന്നുണ്ടല്ലോ. ശ്രീ ഷമ്മാസ്, നിങ്ങൾ കണ്ണു തുറന്ന് കാണൂ. അവിടെ സ്റ്റേജിലെത്താ SFI, അവിടെ കേരളോർമ്മ കോളേജിലെ വിദ്യാർത്ഥികളാണെന്ന് തോന്നുന്നു, സ്കിറ്റിന്റെ ഭാഗമായിട്ട് പരാജയുടെ ഭാഗമായിട്ട് അവിടെ പ്രതിഷേധിക്കുന്നു. ആ പ്രതിഷേധിക്കുന്ന കുട്ടികളെ പിറകിൽ നിന്ന് ചെന്ന് അറ്റാക്ക് ചെയ്യുന്നവരാണ്, മുമ്പിൽ നിന്ന് വന്ന് അറ്റാക്ക് ചെയ്യുന്നവരാണ്. ഒരു കാരണത്തടിച്ചാൽ മറുകാരണം കാണിച്ചു കൊടുക്കുന്നവരല്ല ഏത് കോളേജിലെയും വിദ്യാർത്ഥികളെന്ന് നല്ല ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ.
ഒരു യൂണിവേഴ്സിറ്റി യൂണിയന്റെ സാരഥ്യം വഹിക്കാൻ, യൂണിവേഴ്സിറ്റി യൂണിയന്റെ കലോത്സവം നടത്താനുള്ള പ്രാഗൽഭ്യം, മികവ്, സംഘാടനം, ശേഷി ഇല്ലാത്തതിന്റെ തികഞ്ഞ തെളിവാണ് ഡി-സോൺ കലോത്സവത്തിന്റെ ഭാഗമുണ്ടായത്. മാത്രമല്ല, ഇത് SFI സംബന്ധിച്ച് ആദ്യത്തെ അനുഭവമല്ല. 92 ഇന്റർസോൺ കലോത്സവത്തിലാണ് സഖാവ് കൊച്ചനിയനെ, SFI ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് കൊച്ചനിയനെ, തൃശ്ശൂരിലെ സഖാവിനെ, കുട്ടനല്ലൂർ കോളേജിലെ യൂണിയൻ ഭാരവാഹിയെ KSUക്കാർ കലോത്സവ വേദിയിലിട്ട് കുത്തിക്കൊന്നത്. ഇത് KSU നടത്തുന്ന, MSF നടത്തുന്ന കലോത്സവങ്ങളുടെ സ്ഥിരം രീതിയാണ്. എതിരാളികളെ ആക്രമിക്കാനുള്ള SFI വിജയിച്ച കോളേജുകളെ മാർക്ക് നൽകാതെ, വിജയം നൽകാതെ അവരെ കായികമായി ആക്രമിക്കാനുള്ള പദ്ധതിയാണ് ഏതു കാലത്തും UDSF യൂണിയൻ നിയന്ത്രിക്കുന്ന കാലത്ത് ഉണ്ടായിട്ടുള്ളത്. അതുതന്നെയാണ് ഇവിടെയും ഇവിടെ ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത്. ഈ KSU നേതാവിന്റെ ഭാഷയൊന്നും നിങ്ങൾ നോക്കൂ. KSU നേതാവ് ജനങ്ങളോട് വിളിച്ചു പറയാണ്, ഞങ്ങൾ ആക്രമിക്കുമെന്ന്. ആരെയാണ് ആക്രമിക്കുന്നത്? നിങ്ങൾ പ്രതിരോധിക്കുകയല്ല, നിങ്ങൾ ആക്രമിക്കുകയാണ്. കലോത്സവത്തിൽ പങ്കെടുക്കാമെന്ന പ്രതിഭകളെ, കലോത്സവത്തിൽ പങ്കെടുക്കാമെന്ന പ്രതിഭകളെയാണ് നിങ്ങൾ ആക്രമിക്കുന്നത്. വിദ്യാർത്ഥികളെയാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത്. ചോദ്യങ്ങളുണ്ട് ഈ വിഷയത്തിന് ശേഷം നടന്നത് എന്തൊക്കെ എന്നുള്ള ചോദ്യമുണ്ട്, അതിലേക്ക് ഞാൻ വരാം.